ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം, കേരളത്തിൽ ഡിസൈനിങ് കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? ബാച്ചലർ ഓഫ് ഡിസൈനിൻ്റെ എൻട്രൻസ് എക്സാമിനേഷനായ KS ഡാറ്റിലേക്ക് ഇപ്പോൾ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. കേരളത്തിലെ AICTE അംഗീകാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ 2025-26 വർഷത്തെ ബാച്ചലർ ഓഫ് ഡിസൈൻ കോഴ്സിലേക്കുള്ള പ്രവേശന പരീക്ഷയായ KS ഡാറ്റ് ഇപ്പോൾ അപേക്ഷിക്കാം. LBS സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി നടത്തുന്ന കേരള സ്റ്റേറ്റ് ഡിസൈൻസ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് KS ഡാറ്റ് സ്കോറിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം. 4 വർഷത്തേക്കാണ് പ്രോഗ്രാം. ഡിസൈൻ സ്റ്റഡീസ്, അപ്ലൈഡ് സയൻസ്, എൻവയോൺമെൻറ്റ് സ്റ്റഡീസ്, പ്രൊഫഷണൽ പ്രാക്ടീസ്, ഇൻറ്റേൺഷിപ്പ്, ഡിജിറ്റൽ ലാബ്, കാർപ്പൻട്രി, ടെക്സ്റ്റൈൽസ്, വുഡ്, മെറ്റൽ, സെറാമിക് വർക്ക്ഷോപ്പ് എന്നിവയിൽ ഉൾപ്പെടെയുള്ള കോഴ്സുകളിലേക്കാണ് ഈ ഒരു എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. യോഗ്യത 45% മാർക്കോട് കൂടിയുള്ള +2 ആണ് യോഗ്യതയായിട്ട് വരുന്നത്. സംവരണ വിഭാഗത്തിന് 40% മാർക്ക് മതി. പ്രവേശന പരീക്ഷ ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് മാതൃകയിലുള്ള പരീക്ഷയാണ് കേരള സ്റ്റേറ്റ് ഡിസൈൻ ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ നടത്തുന്നത്. 100 ചോദ്യങ്ങളുണ്ടാകും. 1 മണിക്കൂർ 40 മിനിറ്റ്, 100 മിനിറ്റാണ് പരീക്ഷാ ദൈർഘ്യം. ഓരോ ശരിയുത്തരത്തിനും ഓരോ മാർക്ക് ലഭിക്കും. തെറ്റുത്തരത്തിന് നെഗറ്റീവ് മാർക്കില്ല. സോഷ്യൽ ആൻഡ് ബേസിക് സയൻസ് 10ാം ക്ലാസ് 10 ചോദ്യം, ജനറൽ നോളജ് 20 ചോദ്യം, ഇംഗ്ലീഷ് 20 ചോദ്യം, ന്യൂമറിക്കൽ എബിലിറ്റി ആൻഡ് അനലിറ്റിക്സ് ആപ്റ്റിറ്റ്യൂഡ് 20 ചോദ്യം, ഡിസൈൻസ് അവയർനെസ് 30 ചോദ്യങ്ങൾ. തിരഞ്ഞെടുക്കപ്പെട്ട പരീക്ഷാ കേന്ദ്രങ്ങളിൽ വെച്ച് പ്രവേശന പരീക്ഷ നടത്തും. പരീക്ഷാ തീയതിയും പരീക്ഷാ കേന്ദ്രവും പിന്നീട് അറിയിക്കും. പരീക്ഷയുടെ വിശദമായ സിലബസ് വെബ്സൈറ്റിലുണ്ട്. വെബ്സൈറ്റ് കാണിക്കാം. കോളേജുകളിൽ സർക്കാർ സീറ്റും മാനേജ്മെൻറ്റ് സീറ്റുമുണ്ട്. സർക്കാർ സീറ്റിലേക്കുള്ള അലോട്ട്മെൻറ്റ് പരിഗണിക്കപ്പെടാൻ ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ യോഗ്യത നേടണം. മാനേജ്മെൻറ്റ് സീറ്റിലെ പ്രവേശനത്തിന് അതാത് സ്ഥാപനങ്ങളിൽ നടത്തുന്ന എക്സാം എഴുതിയാൽ മതിയാവും. KS ഡാറ്റ് സ്കോർ കൂടാതെ ദേശീയ പ്രവേശന പരീക്ഷാ റാങ്കും പരിഗണിക്കും. സീറ്റ് അലോട്ട്മെൻറ്റ് സംബന്ധിച്ച വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അപേക്ഷ ഫീസ് 1300 രൂപയാണ് ജനറൽ വിഭാഗത്തിന്, 650 രൂപ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനും. LBS സെൻറ്റർ വഴി ഓൺലൈനായോ വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത ചലാൻ ഉപയോഗിച്ച് ഫെഡറൽ ബാങ്കിൻ്റെ ശാഖ വഴിയോ മെയ് 20 വരെ അപേക്ഷ ഫീസ് അടക്കാം. അപേക്ഷ LBS സെൻറ്ററിൻ്റെ വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് സമർപ്പിക്കാവുന്നതാണ്. അവസാന തീയതി 2025 മെയ് 22 വെബ്സൈറ്റ് www.lbscenter.kerala.gov.in എന്ന ഈ ഒരു വെബ്സൈറ്റിൽ നിന്നാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടത്. അപ്പോൾ ആ ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്ന വെബ്സൈറ്റിൽ പോയിട്ട് അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, അതുമായി ബന്ധപ്പെട്ടുള്ള ബാക്കി ഡീറ്റെയിൽസിൽ കിടക്കാം. LBSൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ്. LBSൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് www.lbscenter.in എന്നുള്ള ഈ ഒരു വെബ്സൈറ്റ്. ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. BTech പ്രോഗ്രാമുകളുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മറ്റ് പ്രോഗ്രാമുകളുടെ അഡ്മിഷനൊക്കെ കാണാം. അതിൻ്റെ താഴോട്ട് വരുന്ന സമയത്ത് നമ്മൾ ഇവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾ അഡ്മിഷൻ ടു BDes ഡിഗ്രി കോഴ്സ് 2025 പറഞ്ഞ് കാണാൻ സാധിക്കും. ഈ ഒരു ലിങ്കിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ പുതിയൊരു സൈറ്റിലേക്ക് പോകും. സൈറ്റിലേക്കല്ല, പുതിയൊരു ലിങ്കിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയി കേരള സ്റ്റേറ്റ് ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രോസസ് 2025 എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഇൻഫർമേഷനും കൊടുത്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഇൻവൈറ്റഡ് ഫോർ ദ അഡ്മിഷൻ 2025. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ സബ്മിഷൻ ഈസ് മെയ് 22, 2025 എന്നാണ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ലോഗിൻ ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ലോഗിൻ ID യൂസ് ചെയ്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. നിങ്ങളുടെ എന്താണോ യൂസർ നെയിം അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്വേഡും ഈ ക്യാപ്ഷയും കൊടുത്തിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. അതല്ല, നിങ്ങൾ ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്തില്ലെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അങ്ങനെ ന്യൂ രജിസ്ട്രേഷൻ ചെയ്തിട്ടും ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ബാക്കി പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് ഈ പറയുന്ന എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഒഫീഷ്യൽ വെബ്സൈറ്റ്. നമ്മൾ നേരത്തെ കാണിച്ച വെബ്സൈറ്റ് ഇതാണ്. ഈ വെബ്സൈറ്റിനാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടത്. അപ്പോൾ അതുവഴി ആപ്ലിക്കേഷൻ സമർപ്പിക്കുക. അപ്പോൾ കേരളത്തിൽ ഏതെങ്കിലും കോളേജുകളിൽ AICTE അപ്രൂവ്ഡ് ആയിട്ടുള്ള കോളേജുകളിൽ ഡിസൈനിങ് കോഴ്സിന് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു എൻട്രൻസ് എക്സാമിനേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ഈ എൻട്രൻസ് എക്സാമിനേഷനിൽ നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഗവൺമെൻറ് കോട്ടയിൽ അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ. മാനേജ്മെൻറ്റ് കോട്ടയിൽ ഫീസുകൾ വ്യത്യാസമുണ്ട്. അതിനവർ നടത്തുന്ന എൻട്രൻസ് എക്സാമിനേഷൻ എഴുതിയാൽ മതിയാവും. പക്ഷേ നിങ്ങൾ ഗവൺമെൻറ് കോട്ടയിലാണ് ഈ ഒരു ബാച്ചലർ ഓഫ് ഡിസൈൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതാണ് ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പോൾ പ്രിയമുള്ളവരെ, ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയുള്ള കൂടുതൽ വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുവാൻ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് ഇവിടെ വാങ്ങുന്നു. ഞാൻ ഹാരിഷ് പുക്കോടൻ.